നിങ്ങൾക്ക് മറ്റുള്ളവരോട് നോ പറയാൻ സാധിക്കാറില്ലേ? നിങ്ങൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. നോ എന്ന് പറയാൻ തന്നെയായിരിക്കും മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്താ വിചാരിക്കുക? അത് ഞങ്ങളുടെ ബന്ധത്തെ മോശമായിട്ട് ബാധിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ലാസ്റ്റ് യെസ് പറയും. ആക്ച്വലി ഇങ്ങനെ യെസ് പറയുമ്പോൾ അപ്പോൾ കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് നല്ല ഫീലിംഗ് ആയിരിക്കും. അയാളെ ഹേർട്ട് ചെയ്തില്ലല്ലോ എന്നോർത്ത്, അയാളെ മുഷിപ്പിച്ചില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ടെമ്പററി റിലീഫ് കിട്ടുമെങ്കിലും ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ അത് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ഓരോ തവണയും അവർക്ക് വേണ്ടി നമ്മൾ യെസ് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രയോറിറ്റീസിനോട്, നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് നോ പറയാണ്. എല്ലാവരോടും യെസ് പറഞ്ഞ് ലാസ്റ്റ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സമയമുണ്ടാവില്ല. സോ നോ എന്ന് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ നമ്മളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ വേറെ ആളുകൾക്ക് കൊടുക്കുന്നതിന് പകരം സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെ നോ എന്ന് പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും പലർക്കും അതിന് സാധിക്കാറില്ല. ആ ഇമോഷണൽ ബാരിയർ ക്രോസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ എപ്പിസോഡ്. നോ എന്ന് പറയാനായിട്ട്, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ബി ഡയറക്റ്റ്. നിങ്ങൾക്ക് നോ പറയണം എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് പറയാം. ചിലരിങ്ങനെ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ വരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടും. എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൺഫ്യൂസ്ഡ് ആക്കും. ആക്ച്വലി നിങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ പറ്റില്ല എന്ന് പറയാനുള്ള മടി കാരണം അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യും. ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ റിപ്ലൈ തരാനായിട്ട് ഇത്ര ടൈം എടുത്തതിൻ്റെ റീസൺ കൂടി പറയാനായിട്ട് നിങ്ങൾക്ക് പ്രഷർ വരും. സോ നോ എന്ന് പറയണമെങ്കിൽ അപ്പം തന്നെ ഡയറക്റ്റായിട്ട് പറയാം. ബട്ട് പറയുമ്പോൾ കുറച്ച് പൊളൈറ്റ് ആയിട്ടൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞാൽ മതി, സോറിടാ എനിക്ക് പറ്റില്ല. എന്നിട്ട് അതിൻ്റെ റീസൺ വേണമെങ്കിൽ പറയാം, ബട്ട് എപ്പോഴും അത് പറയണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. സോ ഇങ്ങനെ 2 സെൻറ്റൻസിൽ സോറിടാ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ കാര്യം വളരെ ഈസിയാവും. രണ്ടാമത്തേത് ബി സിൻസിയർ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നോ പറഞ്ഞാൽ അത് നമ്മളുടെ റിലേഷനെ ബാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഉണ്ടല്ലോ, മിക്ക ആളുകളും നിങ്ങൾ സിൻസിയർ ആയിട്ട് നോ പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അത് അവർക്ക് മനസ്സിലാവും. നോ ലൈസ്, നോ ഡ്രാമ, ജസ്റ്റ് കാര്യം പറയാം. അല്ലാതെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ സത്യസന്ധമായിട്ട് പറയണം. വെറുതെ കള്ളം പറയരുത്, എക്സ്ക്യൂസസ് പറയരുത്. മറ്റേ ആൾ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ദെൻ അവർക്കത് മനസ്സിലാവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ മറ്റേ ആൾ നിങ്ങളിൽ നിന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ആൻഡ് അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നമുക്കൊരു ബേർഡൻ ആയിട്ട് തീരും. അതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് മൂന്നാമത്തേത് ഫോക്കസ് ഓൺ ദ റിക്വസ്റ്റ്, നോട്ട് ദ പേഴ്സൺ. ചില ആളുകൾ നോ പറയാൻ ബുദ്ധിമുട്ടുന്നത് ആ ആളെ റിജക്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. പക്ഷേ അങ്ങനെ ആവരുത്. നോ പറയുമ്പോൾ അതിൻ്റെ റീസണിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ ആളെ അധികം ഫോക്കസ് ചെയ്യാതെ പകരം ആ റിക്വസ്റ്റിൽ ഫോക്കസ് ചെയ്യുക. ഇത് ശരിക്കും എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണോ? എനിക്കിതിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ? ഇന്നത്തെ എൻ്റെ പ്ലാൻ വെച്ച് ഇതുകൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് നോക്കേണ്ടത്. എന്നിട്ട് നോ എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ then reject it. It's not about the person. It's nothing personal. അത് ശരിക്കും നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നോ പറയുന്നത്. നാലാമത്തേത് ബി പോസിറ്റീവ്. നമ്മളൊക്കെ നോ എന്നതിനെ നെഗറ്റിവിറ്റി ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നോ പറയുന്നത് കോൺഫ്ലിക്ട്സ് ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ നോ പറഞ്ഞാലും ആ റിലേഷൻ പഴയ പോലെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇറ്റ്സ് അബൌട്ട് ഹൗ യു ഡു ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി എടുത്ത് കളയുക. ബിക്കോസ് അതെന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. നോ പറയുമ്പോൾ അത് വെച്ച് മോശം വിചാരിക്കുകയോ അല്ലെങ്കിൽ ഗിൽറ്റി ആവുകയോ മറ്റേ ആളുടെ ഫീലിങ്സ് ഓർത്ത് വെറീഡ് ആവുകയോ ഒന്നും വേണ്ട. നെക്സ്റ്റ് ടൈം നിങ്ങൾ നോ പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് കാമായിട്ട് പറയാം. മറ്റേ ആൾക്ക് മനസ്സിലാവണം നിങ്ങൾക്ക് അയാളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്, ബട്ട് ചില സാഹചര്യങ്ങൾ അനുവദിക്കാത്തതാണ് എന്ന്. പിന്നെ അപ്പോൾ റിജക്റ്റ് ചെയ്താലും പിന്നീട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അയാളെ അത് അറിയിക്കുകയും ചെയ്യാം. അഞ്ചാമത്തേത് ഗിവ് ആൻ ആൾട്ടർനേറ്റീവ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അതായത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല, പകരം വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ, അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ട് ഒരു ഹെൽപ്പ് ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വന്നു, പക്ഷേ നിങ്ങൾക്കത് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അതറിയാവുന്ന ഒരാളുടെ അല്ലെങ്കിൽ അയാളെ അക്കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്യാം. ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി അങ്ങ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബട്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ. ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ആൻഡ് ആറാമത്തേത് ഡോണ്ട് മേക്ക് യുവർ സെൽഫ് റെസ്പോൺസിബിൾ ഫോർ അതേഴ്സ് ഫീലിങ്സ്. നോ പറയാൻ കഴിയാത്തതിൻ്റെ ഒരു ഹ്യൂജ് റീസൺ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വി ഡോണ്ട് വാണ്ട് ടു മേക്ക് അതേഴ്സ് ഫീൽ ബാഡ്. ആൻഡ് മറ്റുള്ളവരുടെ ഫീലിങ്സിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കും. എന്നിട്ട് ലാസ്റ്റ് എന്ത് സംഭവിക്കും? സ്വയം ഒരുപാട് സങ്കടവും വേദനയും അനുഭവിക്കേണ്ടി വരും. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകും. അത് നമ്മളുടെ ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും ഒക്കെ വളരെ മോശമായിട്ട് ഇമ്പാക്ട്
ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ദെൻ ആദ്യം നമ്മളുടെ ആരോഗ്യവും സന്തോഷവും നന്നായിരിക്കണ്ടേ, അല്ലാതെ പറ്റുമോ? നോ. സോ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ഫീലിങ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുക. നോ പറയേണ്ടടുത്ത് നോ എന്ന് തന്നെ പറയാം. അത് മനസ്സിലാക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ആൻഡ് അത് അയാൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ദെൻ ഗ്രീറ്റ്, ഓൾ ഗുഡ്. ഇനി അതല്ല, എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, അയാൾക്ക് നിങ്ങൾ എപ്പോഴും യെസ് പറയണം എന്ന് നിർബന്ധമാണെങ്കിൽ then I think you should re-evaluate that relationship. ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ സ്വയം ചോദിക്കണം, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ രണ്ട് പാർട്ടീസും പരസ്പരം സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. അല്ലാതെ ഒരാളെപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുക, മറ്റേ ആളെപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക, അങ്ങനെയല്ല വേണ്ടത്. സോ ലെറ്റ് ഗോ. അങ്ങനെയുള്ള ടോക്സിക് റിലേഷൻഷിപ്സ് ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ നോ പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ then like, share and follow for more. Have a great day.